ഫസ്റ്റ് നൈറ്റിന് ബെഡില് അവിടെ പെണ്ണിന്റെ ബ്ലഡ് അവിടെ വീണ വെള്ള തുണിയില്, ഇല്ലെങ്കിൽ അവള് മോശപ്പെട്ട സ്ത്രീയാന്നാണ്. പക്ഷെ ഞാൻ പറയും, എനിക്ക് മോശം ഇതിന്റെ സൈഡ് തോന്നിയത് ഈ 10ലും +1 പഠിക്കുന്ന പിള്ളേരാണ്. ആരുടെ ഫ്ലാറ്റിൽ കുറെ സ്കൂൾ പിള്ളേർ നിൽക്കുന്നുണ്ട്. അത് ബോയ്സും ഗേൾസും ബാൽക്കണിയിൽ നിന്ന് വലിക്കും, അവരവിടെ നിന്ന് കിസ് ചെയ്യും. അപ്പൊ ഞാൻ അതിലൊരു കുട്ടീനെ ഞാൻ താഴെ കണ്ടപ്പോൾ എന്ത് പഠിക്കും, +1 പറഞ്ഞു. ഇതിനകത്ത് വെർജിനിറ്റി വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതിന് മുൻപേ ഒരു ബിഫോർ മാരേജിന് ഒരു സെക്സ് ചെയ്ത് നോക്കുന്നത് കൊണ്ടോ കൊച്ചു വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യം, ഒരു കുട്ടി വേണം എന്തെങ്കിലും സംഭവം കാണിക്കാൻ, ഗർഭിണിയൊക്കെ. അപ്പോൾ ആളിനെ ഒരു കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ +2ലും കോളേജിലൊക്കെ ചുമ്മാ ഓരോ കോപ്പറയും കാണിച്ചുകൊണ്ട് നടക്കത്തില്ല. അവിടെ ഒരു ബെസ്റ്റി, ഇവിടെ ഒരുത്തൻ, നമുക്ക് ആരുടെയും ചെയ്യാം. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം. ഇത്രയും ഇപ്പോൾ കുറേ വർഷത്തെ റിലേഷൻഷിപ്പാണ്, എന്ത് തോന്നിയാസം വേണോ കാണിക്കാം, ആ ഒരു കാലഘട്ടമായി. ബിഫോർ മാരേജ് നമ്മൾ അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് ഏർപ്പെടുന്നതിനെക്കാട്ടിലും ബെറ്ററാണ്. നമ്മ ഗോസിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഫോർ മാരേജ്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അയാളുമായിട്ട് സെക്സ് ചെയ്യേണ്ടതിൻ്റെതായിട്ടുള്ള ആവശ്യകത. ഇത് ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്കിപ്പം റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മൾ തോന്നിച്ചാൽ ഇത് ആവശ്യമാണ്, നമുക്കിപ്പം ചെയ്യാന്ന് പറഞ്ഞ ആരും കൊണ്ടുപോകത്തില്ല. അതപ്പോ തനിയെ തോന്നി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അമ്മമാർക്കും പഴയ ആൾക്കാർക്കൊന്നും അതൊന്നും തെറ്റാണ്. പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെ അമ്മ പറഞ്ഞു വെച്ചാൽ ബെഡില്, ഫസ്റ്റ് നൈറ്റിന് ബെഡില് അവിടെ പെണ്ണിന്റെ ബ്ലഡ് അവിടെ വീണ വെള്ള തുണിയില്, ഇല്ലെങ്കിൽ അവള് മോശപ്പെട്ട സ്ത്രീയാന്നാണ്. അപ്പൊ വേറെ കളർ ബെഡ്ഷീറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് നൈറ്റിന് വെള്ളയാണ് വിരിക്കുന്നത്. എൻ്റെ അമ്മമ്മയ്ക്കൊക്കെ അങ്ങനെയായിരുന്നു. വെള്ള വിരിച്ചിട്ട് അവിടെ ബ്ലഡ് വീണ. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പൊ കൈ മുറിച്ചിട്ട് ബ്ലഡ് അങ്ങിട്ടാ മതി, അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പൊ അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇത് അങ്ങനത്തെ. അപ്പൊ അങ്ങനത്തെ സ്റ്റോക്ക് ഇപ്പൊ വച്ചിരുന്നെങ്കിൽ കോടിയായെന്ന് വെച്ചാൽ അത് പണ്ടത്തെ ആൾക്കാരുടെ അവൾ എന്തോ വെർജിനാണ്, വെർജിനിറ്റി നോക്കുന്ന സംഭവമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാവരും വെർജിനായിട്ട് ഇരിക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പണ്ടൊക്കെ കല്യാണം ആലോചിക്കാൻ പോകുമ്പോഴത്തേക്കും വെർജിൻ അല്ലെന്ന് പറഞ്ഞാൽ ചെറുക്ക് ഇട്ടേച്ചിട്ടൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ, എല്ലാരും ചെയ്യും. കാരണം കാലം മാറി എന്നാണ് ഇപ്പോഴത്തെ. പക്ഷെ ഞാൻ പറയും, എനിക്ക് മോശം ഇതിന്റെ സൈഡ് തോന്നിയത് ഈ 10ലും +1 പഠിക്കുന്ന പിള്ളേരാണ്. അത്രയും ബിഫോർ മാരേജ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, അത് ഭയങ്കര മോശമാണ്. എന്ന് വെച്ചാൽ ഈ മൈനർ ആയിരിക്കുമ്പോ തന്നെ പിള്ളേരെടുത്ത് അവര് തമ്മിൽ റിലേഷൻ ആവുന്നു, അവര് ഒരു ഫ്രണ്ട്സിന്റെ ഒരു സ്പോട്ട് സെറ്റ് ചെയ്തു. ഞാൻ എന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ് ഒരു ഇതുണ്ട്, അവിടെ ആ പിള്ളേർക്ക് കൊടുത്താണെന്ന് എനിക്ക് അറിയത്തില്ല. കുഞ്ഞുപിള്ളേർക്ക് ഫ്ലാറ്റ് കൊടുക്കത്തില്ല. പക്ഷെ ആരുടെ ഫ്ലാറ്റിൽ കുറെ സ്കൂൾ പിള്ളേർ നിൽക്കുന്നുണ്ട്. അത് ബോയ്സും ഗേൾസും ബാൽക്കണിയിൽ നിന്ന് വലിക്കും, അവരവിടെ നിന്ന് കിസ് ചെയ്യും. അപ്പൊ ഞാൻ അതിലൊരു കുട്ടീനെ ഞാൻ താഴെ കണ്ടപ്പോൾ എന്ത് പഠിക്കും, +1 പറഞ്ഞു. അപ്പൊ അവര് ഫ്രീഡം ആലോചിച്ച് വെക്ക്, എന്ത് തോന്നിയാസം വേണോ കാണിക്കാം, ആ ഒരു കാലഘട്ടമായി. പക്ഷെ നമുക്കൊരു ഏജ് കഴിഞ്ഞ് നമുക്ക് റിലേഷൻ ആകുമ്പോൾ ചെയ്യാമെന്ന് തോന്നുമല്ലേ, എനിക്ക് തെറ്റല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് വേണ്ടാന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആളുമായിട്ടുള്ള റിലേഷൻ നമ്മൾ കൊണ്ടുപോയി മാരേജിലൊക്കെ പോവാം എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു തീരുമാനം എടുത്തു. ചിലപ്പോൾ വീട്ടുകാർ അറിഞ്ഞോ അറിയാതെ ഒക്കെ നമ്മൾ തീരുമാനം എടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ അതിനു മുൻപ് ഇങ്ങനെ ഒരു റിലേഷനിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായതിനു ശേഷം പിന്നീട് അവര് സെപ്പറേഷനിലേക്ക് പോവുകയും ആ മാരേജ് നടക്കാതെ വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാം എന്നുള്ള രീതിയിലായിരിക്കാം മേ ബി അതിനെ കണ്ടിട്ടുണ്ടാവുക. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് ചിലപ്പം ശരിയായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിഫോർ മാരേജ് നമ്മൾ അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലേക്ക് ഏർപ്പെടുന്നതിനെക്കാട്ടിലും ബെറ്ററാണ് ഈ ഒരു മാരേജ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം വരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അത്രേ. അപ്പൊ ആ ക്യൂരിയോസിറ്റി പോവാതെ തന്നെ മാരേജിലേക്ക് പോയി എന്നിട്ട് പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് ആളുകൾ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. അത് പണ്ട് ഇപ്പോഴത്തെ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാ. എനിക്ക് ഇപ്പോഴത്തെ പോലെ പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും ഫിസിക്കൽ കണക്ഷൻ അല്ലേ. പണ്ടൊന്നും ഓയോ ഒന്നുമില്ല, ഇപ്പോഴും എന്റെ നാട്ടിൽ ഓയോ ഇല്ല. അതല്ല എന്റെ വിഷമം, ഞാൻ പറയുന്നതാണ്.
എന്റെ നാട്ടിലൊക്കെ ഇപ്പോഴും അവർക്ക് ഓയോയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ട്രിവാൻഡ്രം സിറ്റി തൊട്ടാണ് അത് ഉള്ളത്. ഓയോ കപ്പിൾസിനാണ്, അൺമാരിഡ് കപ്പിൾസിനുള്ള സംഭവം ഈ സാധനം. അത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ, പണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ലെറ്റർ കൊടുക്കുന്നു, സ്മാർട്ട് ഫോൺ ഒന്നുമില്ല. ലെറ്റർ കൊടുക്കുന്നു, സംസാരിക്കുന്നു, ഏതെങ്കിലും ബീച്ചിന്റെ അവിടെ പോയി പറ്റുമെങ്കിൽ ഒരു ഉമ്മ കൊടുക്കും, അത്രേ അവർക്കുള്ളൂ. ഇപ്പൊ അതല്ലല്ലോ കാലം. അപ്പൊ ലിവിങ് ടുഗദർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് റൂം കൊടുക്കാം. അപ്പൊ അത് ഒബ്വിയസ്ലി നടക്കും. പണ്ട് ആൾക്കാർ അത് വേണ്ടാന്ന് വെച്ച കാര്യമല്ല, പണ്ട് അതിന്റെ സിറ്റുവേഷൻ ഇല്ലാത്തോണ്ടാ. ഇപ്പൊ ആ സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്നെ സ്കൂളിൽ പഠിച്ച സമയത്ത് ഇപ്പൊ ഇതുപോലെയൊക്കെ ഒരു വീട്ടിലും റൂമിലും പോയി നിൽക്കാൻ പറ്റുമോ പിള്ളേരൊക്കെ? ഇപ്പൊ എന്തും പറ്റും, വലിക്കാൻ കുടിക്കുക, എവിടെ വേണോ പോവാം. പണ്ടതില്ലാത്തോണ്ട് പണ്ട് ആ ഒരു അടക്കത്തിൽ നമ്മളിങ്ങനെ നടന്നു. അത്രേ ഉള്ളു വ്യത്യാസം. അല്ലാതെ പണ്ട് നമ്മളിങ്ങനെ ചെയ്യേണ്ട ഇപ്പൊ ചെയ്യുന്നല്ല. ഇത് ജനറേഷൻ പോയി വന്നപ്പോ ഇപ്പൊ നമുക്ക് പറയാം, നാളെ നമ്മള് മക്കള് വലുതാകുമ്പോഴത്തേക്കും വീട്ടിൽ വിളിച്ചോണ്ട് വരുമായിരിക്കും, എന്റെ കൂടെ കുറച്ചാൾ നിൽക്കും, കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം, ഇങ്ങനെയായിരിക്കും പറയുന്നത്. അത് ഒരു ഇതാണ്. പിന്നെ ഞാൻ ഒരു റീല് കണ്ടതാ, ഒരു പുള്ളിക്കാരി കല്യാണം വേണ്ട എന്ന് വെച്ചു. എന്താ ഫിസിക്കലി ആ പുള്ളിക്കാരി സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒത്തിരി ആൾക്കാര് ഇതിന് പോകുന്നുണ്ട്. അതായത് പാർട്ട്ണർ അതല്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പല ഡോക്ടറിനെയും കണ്ട് അവരതിനെപ്പറ്റി. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടായിരുന്നു, ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്, അനുശ്രീയുടെ ആ ഹസ്ബൻഡ് ഫുള്ള് കണ്ടില്ല, സ്റ്റാർട്ടിംഗ് ഒന്നും ഗേയാന്ന് തോന്നുന്നു. പുള്ളിക്കാരെ 1 വർഷം കഴിഞ്ഞ ഡോക്ടറിന്റെ അടുത്ത് പറയും, എനിക്ക് എൻ്റെ ഭാര്യയോട് ഫിസിക്കലി ഇതായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, അതൊരു പ്രശ്നമാണ്, അപ്പൊ ഡിവോഴ്സിലേക്ക് പോവുക. അങ്ങനെ ഇത് കല്യാണം കഴിഞ്ഞാലും ചിലവർക്ക് ഓക്കെ ആവൂല, കല്യാണത്തിന് മുമ്പായാലും ചിലവർക്ക് ഓക്കെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് വെർജിനിറ്റി വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അതിന് മുൻപേ ഒരു ബിഫോർ മാരേജിന് ഒരു സെക്സ് ചെയ്ത് നോക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടോ ഒക്കെ തെറ്റില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നാട്ടിൻ പുറത്താണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നേരത്തെ റിലേഷനിൽ ഫിസിക്കലി അനുഭവിച്ചപ്പോൾ അതിനിപ്പോ എന്താ കുഴപ്പം, ആ ബോയ് പറയൂ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ചില ആൾക്കാരുണ്ട് അവിടെ നിന്ന് ബസ് കിട്ടാത്തത്, ഞാൻ പോയി ഓക്കെ, പക്ഷെ നീ പോയാൽ നീ പോക്ക, അങ്ങനെ തോട്ട് ചെയ്യുന്ന ഒത്തിരി ആണുങ്ങൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെ എന്താ പറയാ, ഇപ്പോൾ ബെഡിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അത് കുറച്ച് നാൾ നിൽക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാതെ വരുന്ന ഇഷ്യൂസും കാര്യങ്ങളും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, സ്മെല്ല് പോലും എനിക്ക് പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, മേ ബി ചിലപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാക്കാൻ പറ്റുമായിരിക്കും, എന്തെങ്കിലും ഒരു പരിഹാരം അതിനകത്ത് കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അതൊന്നും പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴാണ് ഈ സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ മാരേജ് സക്സസ് ആവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും, ഈ ഡിവോഴ്സിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഇതൊരു പക്ഷേ ഇപ്പം ബെഡിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ മാരേജിന് ശേഷം നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഇഷ്യൂസ് ചിലപ്പോൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അമ്മയോടോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്തോ ഒക്കെ നമ്മൾ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യും? അപ്പോൾ അവർ പറയുന്നുണ്ടാവും ചിലപ്പം ഇതൊക്കെയല്ലേ, ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരിക്കാം അവർ പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന പല ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴും അവർ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ 2 മുറികളിലായിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഒരു തരത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്നും പറയാം, ഒരു തരത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്, അല്ലെങ്കിൽ വേണ്ട, അതിന്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിലും പറയാം. അത് ഞാൻ നമ്മളിപ്പോ വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല. പണ്ടത്തെ കാലത്ത് കൊച്ചു വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യം, ഒരു കുട്ടി വേണം, എന്തെങ്കിലും സംഭവം കാണിക്കുക, ഗർഭിണിയാക്കുക, ഒരു ആണിനെ ഒരു ഇതാക്കുക. അല്ലാതെ അങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊന്നും അങ്ങനെ അവർ ആ രീതി, അത് ഇപ്പോഴാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ സിനിമയോ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും ഓക്കെ ഇതിങ്ങനെയാണ് റൊമാൻറ്റിക് സംഭവം എന്ന് അവർക്ക് തോന്നുന്നത്. ഞാൻ മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂവി കണ്ടില്ലേ? അല്ല, പുള്ളിക്കാരി വ്യക്തമായിട്ടൊരു കാര്യം ഓപ്പൺലി ഹസ്ബൻഡിനോട് പറയുന്നു. അപ്പൊ ഹസ്ബൻഡ് പറയുന്ന മറുപടി ഉണ്ടായിരുന്നു, എനിക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം, ഫോർ പ്ലേ വേണം എന്ന് പറയുമ്പോ അത് ഒരാളുടെ നീഡായിരിക്കാം, ഒരാളുടെ ആവശ്യകത അയാൾ പറയുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ പാർട്ട്ണർ ചോദിക്കണോ ഇതിനെപ്പറ്റി, നമ്മൾ പാർട്ട്ണറോടാണ് പറയേണ്ടത്, അല്ലെ വഴി പോകണ്ടല്ലോ. പക്ഷെ ആ പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ പറ്റി അറിയാം, ഞാൻ അറിഞ്ഞപ്പോ എന്ത് ചെയ്ത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. ചില ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പെണ്ണുങ്ങൾക്കും അവരുടേതായിട്ടുള്ള പേഴ്സണലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർട്ട്ണർ നോക്കി ഇതൊക്കെയാണ് നീഡ്സ് വരുന്നത് എന്ന് പറയുന്നത് അത് അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ ഈ ചില ആൾക്കാരുണ്ട്
ഫിസിക്കലി നിന്ന് തന്നില്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുന്ന ആണുങ്ങളുണ്ട്. അപ്പൊ അവര് അത് നിക്കും, എന്നിട്ട് അവരങ്ങ് പോകും. അത് രണ്ടു തരത്തിലാ അവരുടെ ഇത്. ഒന്ന് അവര് ചിലപ്പോ ഒരു ജെനുവൻ ആയിട്ട് ചോദിക്കുന്നതായിരിക്കാം, അവർക്കൊരു ഒരു നേരത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ട്രോമ ഉണ്ടായിരുന്നിരിക്കാം, അത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോ ആ ഒരു പാർട്ട്ണറിന്റെ അടുത്ത് അയാൾ അങ്ങനെ ചോദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അയാൾ അങ്ങനെ നിന്ന് തരണം, ഇങ്ങനെ പറഞ്ഞാലേ നിക്കുള്ളൂ, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തി. ഇത് നമുക്ക് ആവശ്യമോ അങ്ങനെയൊന്നുമല്ല. ഇത് നല്ല സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ചെറുപ്പത്തിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പൊ +2-ലും കോളേജിലൊക്കെ ചുമ്മാ ഓരോ കോപ്രായം കാണിച്ചുകൊണ്ട് നടക്കത്തില്ല. അവിടെ ഒരു ബെസ്റ്റി, ഇവിടെ ഒരുത്തൻ, നമുക്ക് ആരുടെയും ചെയ്യാം. അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും ഇപ്പൊ കുറേ വർഷത്തെ റിലേഷൻഷിപ്പ് ആണ്, 3-4 വർഷത്തുള്ള 5 വർഷത്തേക്ക്. അതൊക്കെ അവര് അത് നമ്മളൊരു മനുഷ്യനല്ലേ, നമ്മൾക്ക് ഒരു ചാൻസ് കിട്ടുമ്പോഴേക്ക് നമ്മൾ ഓക്കെ അത് സംഭവിച്ചു പോകുന്ന കാര്യമാണ്. എന്ന് വെച്ചുകൊണ്ട് അത് ചെയ്യുന്ന തെറ്റ് എനിക്ക് അങ്ങനെ ചെയ്യാനില്ല. നല്ല സൈഡും ഉണ്ട്, ബാഡ് സൈഡും ഉണ്ട്. അത് എനിക്ക് പറയാനുള്ളൂ.